ഇന്ദുകലാഭരണനാം സർവേശസൂനു സുന്ദരനാമുഖവൻ വന്നു കളിക്കണമെന്നുടെ തോന്നിടണം കവി നിൻ കൃപയതിനായി കുന്നിൻ മകളുടെ കുഞ്ഞേ അതിനായി ഇന്നു തൊഴുന്നേ നിൻ പദകമലേ വാണി വാണി ഭാരതി ശർവാണിതായേ വാണിടേണമെഞ്ചസനേ കാണിയുമൊരു പിഴനാവിലുദിക്കരുതേണാക്ഷി മുടിമാർമണി മൗലേ താണു കണിഞ്ഞിഹ നിൻ പദകമലേ കാണി കടാക്ഷി ചീടുക ജനനി ഇന്ദുകലാഭരണനാം സർവേശസൂനു സുന്ദരനാമുഖവൻ അർജുനന്റെ തപസ് കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനുമായിട്ടാണ് തപസ് ചെയ്യുന്നത്. പക്ഷെ അർജുനന് അതറിയില്ല, കിരാതമൂർത്തിയാണെന്നുള്ള അറിയില്ല, വെറും കാട്ടാളനാണെന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിൽ ഒരു തരത്തിലും ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അർജുനൻ ശിവലിംഗം, മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുകയാണ് ചെയ്യുന്നത്. പൂജിക്കുന്ന ആ പൂക്കൾ മുഴുവനും കിരാതമൂർത്തിയുടെ കാൽക്കലാണ് വന്ന് വീഴുന്നത്. അപ്പോഴാണ് അർജുനൻ കിരാതമൂർത്തിയെ തിരിച്ചറിയുന്നത്. ആ സന്ദർഭമാണ് ഈ പാട്ടിൻ്റെ കുമ്മിയായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് നരകാസുരൻ്റെ അസുരൻ്റെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ പാലാഴിയിൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കുന്നു. അദ്ദേഹം കാമദേവനെ വിളിച്ചു വരുത്തുന്നു. കാമദേവൻ രതിയുമായി വന്ന് പിന്നെ വനത്തിൽ ഉഗ്ര തപസ്സിലമർന്നിട്ടുള്ള പരമശിവൻ ഉഗ്ര തപസ്സിലമർന്നിരിക്കുകയാണ്. ആ കാട്ടിൽ വന്ന് രതിദേവിയോടും സുഹൃത്തായിട്ടുള്ള വസന്തനോടും കൂടി അവിടെ വന്ന് പ്രവേശിക്കുന്നതോടുകൂടി, സുഹൃത്ത് വസന്തൻ എന്ന് പറഞ്ഞാൽ വസന്ത ഋതു തന്നെയാണ്, സകല വിധത്തിലുള്ള പൂക്കളും അവിടെ വിരിഞ്ഞ് സുഗന്ധം പരത്തുന്നു. വണ്ടുകൾ ഇതാവുന്നു. അവരുടെ മൂളി പാട്ടുകൾ അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാവ്യ ഭാഷയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ രണ്ട് സന്ദർഭങ്ങളാണ് ഈ രണ്ട് പാട്ടുകളിൽ കൂടി വർണ്ണിക്കുന്നത്. പാർവണേന്ദു ചൂടൻ എന്ന് തുടങ്ങുന്നു. പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയാലേ പർവ്വതകുമാരി വലഞ്ഞു. പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയാലേ പർവ്വതകുമാരി വലഞ്ഞു. വൻതപസ്സിലലിഞ്ഞു ചേർന്നൊരു ശംഭുതൻ പദപങ്കജത്തിൽ. വൻതപസ്സിലലിഞ്ഞു ചേർന്നൊരു ശംഭുതൻ പദപങ്കജത്തിൽ. ചിത്തമരാളമണഞ്ഞത് മൂലം ഭക്തിയോടു ഹരപൂജ തുടർന്നാൾ. ചിത്തമരാളമണഞ്ഞത് മൂലം ഭക്തിയോടു ഹരപൂജ തുടർന്നാൾ. പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയാലേ പർവ്വതകുമാരി വലഞ്ഞു. പാൽക്കടലിൽ പള്ളി കൊണ്ടിടും പാരം പോരുളിൻ. പാൽക്കടലിൽ
ദേവഗണങ്ങൾ പരം പോരുളിൻ കാൽക്കലേതി ദേവഗണങ്ങൾ ശങ്കരൻ തൻവൻ തപസിനു ഭംഗമേ ഭുവജിന്നു കൗശലം ശങ്കരൻ തൻവൻ തപസിനു ഭംഗമേ ഭുവജിന്നു കൗശലം ആരാഞ്ഞപ്പോൾ ലക്ഷ്മീപതിയുടെ ആജ്ഞ കേട്ടു വരവാൻ സുമബാണൻ ലക്ഷ്മീപതിയുടെ ആജ്ഞ കേട്ടു വരവായി സുമബാണൻ പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയാലേ പർവ്വതകുമാരി വലഞ്ഞു മല്ലനേത്രയുമായി ആവനാഴിയിൽ മല്ലനേത്രയുമായി ആവനാഴിയിൽ മുല്ലമല്ലീശരങ്ങളുമായി ആവനാഴിയിൽ മുല്ലമല്ലീശരങ്ങളുമായി ഭൃംഗപാളികളൂതിടും മൃദുശംഖമംഗളഘോഷമോടെ ഭൃംഗപാളികളൂതിടും മൃദുശംഖമംഗളഘോഷമോടെ ചെന്നു നിന്നു ജടാധരൻ തൻ സന്നിധാനമതിൽ മന്മഥദേവൻ ചെന്നു നിന്നു ജടാധരൻ തൻ സന്നിധാനമതിൽ മന്മഥദേവൻ പാർവണേന്ദു ചൂടൻ തന്നൂടെ സ്മരണയാലേ പർവ്വതകുമാരി വലഞ്ഞു പന്നകഭൂഷണൻ ദേവദേവൻ കണ്ണുകൾ പൂട്ടി തപസ്സിരുന്നു പന്നകഭൂഷണൻ ദേവദേവൻ കണ്ണുകൾ പൂട്ടി തപസ്സിരുന്നു കാമനടുത്തു മലരമ്പ് കയ്യിലെടുത്തു ശലഭങ്ങൾ ഗാനാമൃതമേകി മധുപാനോത്സവമാടി നവസൂര്യങ്ങൾ മന്ദമരുത്തിലാടി പുതകാനനം നന്ദന പാടിയായി ഗാനാമൃതമേകി മധുപാനോത്സവമാടി നവസൂര്യങ്ങൾ മന്ദമരുത്തിലാടി പുതകാനനം നന്ദന പാടിയായി ഗാരൻ ഭഗവാനെ നേർക്കടുത്തു മാറിടം നോക്കി ശരം തൊടുത്തു മാരൻ ഭഗവാന്റെ നേർക്കടുത്തു മാറിടം നോക്കി ശരം തൊടുത്തു ദൃഷ്ടി തുറന്നു പുരഹരൻ പെട്ടെന്നുണർന്നു നാടുക്കുന്ന കാമന്റെ കടുങ്കൈകൾ കാലായി അറിഞ്ഞു ചുടുപാവാഗ്നി അപ്പോൾ പടർന്നു കണ്ണില്ലതിൽ പൂവമ്പൻ ഭസ്മമായി നണിഞ്ഞു ദൃഷ്ടി തുറന്നു പുരഹരൻ പെട്ടെന്നുണർന്നു നടുക്കുന്ന കാമന്റെ കടുങ്കൈകൾ കാലായി അറിഞ്ഞു ചുടുപാവാഗ്നി അപ്പോൾ പടർന്നു കണ്ണില്ലതിൽ പൂവമ്പൻ ഭസ്മമായി നണിഞ്ഞു. അടുത്തത് ദശപുഷ്പത്തിനെ കുറിച്ചൊരു പാട്ടാണ്. സാധാരണ തിരുവാതിരകളിൽ അർദ്ധരാത്രിക്ക് ഉറപ്പൊഴിയുന്ന സമയത്ത് അർദ്ധരാത്രി വരെ പാടി കളിച്ചതിന് ശേഷം പൂവെടുക്കാൻ പോവുക എന്നൊരു ചടങ്ങുണ്ട്. പൂവ് എന്ന് പറഞ്ഞാൽ ദശപുഷ്പമുണ്ട്, അടക്കാമണിയുണ്ട്, പാതിരാപ്പൂ അതായത് ചുവന്ന കൊടുവേലിപ്പൂ. ഇതെല്ലാം പടിക്ക് പുറത്ത് നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അതെടുക്കാൻ പൂവലൊരു ചടങ്ങാണ്. അതിനെ പാട്ടുപാടി താളത്തിൽ പാട്ടുപാടി ചങ്ങലവെട്ട കിണ്ടി വെള്ളം ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പാടുന്നത് തൃശ്ശൂർ മതിലകത്ത് ഒന്നുണ്ടു പോൽ പൂത്തിലഞ്ഞി
ആയിലങ്ങി പൂവാറിപ്പാൻ പോരിൻ പോരിൻ തോഴിമാരെ എന്നൊക്കെയുള്ള കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. പൂവെടുക്കാൻ പോകുന്നതിൻ്റെ തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ടാണ് പറയുന്നത്. പക്ഷെ പൂവെടുക്കാൻ പോകുന്നതിന് മുമ്പ് ദശപുഷ്പത്തിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പാടുന്നത്. ദശപുഷ്പത്തിൽ 10 എണ്ണമാണുള്ളത്. ആ 10 എണ്ണത്തിൻ്റെ പേരും അതിൻ്റെ ദേവത സങ്കല്പിച്ചിട്ടുണ്ട്. ഇത് ചൂടിയാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആരോഗ്യത്തിന് വളരെ ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് സങ്കല്പിച്ചത്. അതുവരെ ഈ തിരുവാതിരയുടെ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പേര് പറയില്ല. ഈ സമയമാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. സാരസാക്ഷിമാർ കേൾപ്പീനെല്ലാരും സാരമാമാഭാഷിതം പൂരുമീവിധം ലീലകളി നേരം പാതിരമായല്ലോ ധന്യമാം ദശപുഷ്പം ചൂടുവാൻ മന്ദമെന്നീയേ പോകനാം ആദിയാകും ആദിത്യനല്ലോ ദേവത ആദരാലിരു ചൂടുന്നാകിലോ ആദിവ്യാധികൾ തീർന്നു പോം രണ്ടാമതാകും കൃഷ്ണക്രാന്തിയു കൊണ്ടൽ നേർവർണ്ണൻ ദേവത കൃഷ്ണയോടതു ചൂടുന്നാകിലോ വൈഷ്ണവപദം ലഭ്യമാം മൂന്നാമതാകും നീലകോകിൽ ഇന്ദിരാദേവി ദേവത അൻപിനോടതു ചൂടുന്നാകിലോ ഐശ്വര്യമുണ്ടാമേൽക്കുമേൽ നാലാമതാകും കയ്യോ നീക്കോകിൽ നാലാസ്യനല്ലോ ദേവത ദാരിദ്ര്യ ദുഃഖമാകവേ നീനും ആദരാലിരു ചൂടുകിൽ അഞ്ചാമൂയൽ സേവ്യനോകിൽ പഞ്ചവാണാരി ദേവത അഞ്ചാതേയതു ചൂടുന്നാകിലോ പഞ്ചപാതകം തീർന്നു പോം ആറാമതാകും മുക്കൂറ്റിക്കോകിൽ പാർവതി ദേവി ദേവത ഭർതൃസൗഖ്യവും പുത്രവും ഭക്തിയോടിരു ചൂടുകിൽ ഏഴാമതാകും നിലപനോകിലൂഴി ദേവീരാൻ ദേവത പാരിലിന്നീതു ചൂടുന്നാകിലോ പാരമാം വിവേകാദികൾ എട്ടാമതാമൂഴിഞ്ഞ കിന്ദ്രനും തുഷ്ടിയോടിതു ചൂടുകിൽ മട്ടോലും മൊഴിമാരെ നിങ്ങളെ ഇഷ്ടമോക്കെയും സാധ്യമാം ഒൻപതാകും ചെറുളോക്കിൽ വൻപനാം യമധർമ്മനും അൻപിനോടിതു ചൂടുന്നാകിലോ ആയുസുണ്ടാകും മേൽക്കുമേൽ പത്താമതാം തിരുതാഴിക്കോരിൽ ചിത്തജനല്ലോ ദേവത സുന്ദരിമാരെ ചൂടുന്നാകിലോ സൗന്ദര്യമുണ്ടാം മേൽക്കുമേൽ ഇങ്ങനെ ദശപുഷ്പമെന്നതും ചങ്ങാതിമാരെ കേൾക്കുവിൻ ഇങ്ങനെ ദശപുഷ്പമെന്നതും ചങ്ങാതിമാരെ കേൾക്കുവിൻ. അടുത്തത് കുറത്തിയാണ്. അർജുനന്റെ തപസ്, ശിവനെ കാണുന്നത്, കിരാതമൂർത്തിയെ കാണുന്ന ആ ഭാഗമാണ്. അൻപിനോട ചെഞ്ചിടയും എന്ന്. അൻപിനോട ചെഞ്ചിടയും അമ്പിളിയും കണ്ടു. അൻപിനോട ചെഞ്ചി
പീഡയും അമ്പിളിയും കണ്ടു. കുംഭനദിയോടു നല്ല തുമ്പമാല കണ്ടു. കുംഭനദിയോടു നല്ല തുമ്പമാല കണ്ടു. മാട്ടലർ ബാണന്റെ മേനി ചുട്ടമിഴി കണ്ടു. മാട്ടലർ ബാണന്റെ മേനി ചുട്ടമിഴി കണ്ടു. ശിഷ്ടമോടെ അങ്ങാണിഞ്ഞ കുണ്ടലങ്ങൾ കണ്ടു. ശിഷ്ടമോടെ അങ്ങാണിഞ്ഞ കുണ്ടലങ്ങൾ കണ്ടു. തുണ്ടി പവിഴമിളയ സുന്ദര മന്ദഹാസവും കണ്ടു. തുണ്ടി പവിഴമിളയ സുന്ദര മന്ദഹാസവും കണ്ടു. കറുത്ത കണ്ഠവും മൃദുകമാനവും പുരത്ത പാമ്പുകൾ കണ്ടു. കറുത്ത കണ്ഠവും മൃദുകമാനവും പുരത്ത പാമ്പുകൾ കണ്ടു. കരത്തിലസ്ഥികൾ പൊരുത്ത മാലകൾ വിളങ്ങും മാറിടം കണ്ടു. കരത്തിലസ്ഥികൾ പൊരുത്ത മാലകൾ വിളങ്ങും മാറിടം കണ്ടു. വാമഭാഗേ പാരിയാം ദേവിയെയും കണ്ടു. വാമഭാഗേ പാരിയാം ദേവിയെയും കണ്ടു. വാമത കൂടാതെ പാർക്കൻ പിന്നെയും നോക്കുമ്പോൾ ചന്ദിമുഖനാവും മുഖനന്ദികേശസ്തവും ചന്ദിമുഖനാവും മുഖനന്ദികേശസ്തവും ചന്തമുടെ പൊതിയെയും കൂറ്റനുമാവീടെ ചന്തമുടെ പൊതിയെയും കൂറ്റനുമാവീടെ. അവസാനമായി ഒരു പാനയോടുകൂടി ശിവസ്തുതിയാണത്. കീർത്തിയത് കീർത്തിയേറും വടക്കുന്നാഥദേവ ആർത്തിനാശന പാർവതി വല്ലഭ ആർത്തിനാശന പാർവതി വല്ലഭ. കീർത്തിയേറ്റം വളർത്തേണമെന്നുടെ ആർത്തിയെല്ലാം ഒഴിച്ചരുളിടേണം. ആർത്തിയെല്ലാം ഒഴിച്ചരുളിടേണം. കുംഭമാരൂരി തോലുടയാട ഭസ്മവും നല്ല രുദ്രാക്ഷമാലയും ഭസ്മവും നല്ല രുദ്രാക്ഷമാലയും ചാത്തിയൻപോടു വാഴും മഹേശനെ ആദരവോടെ വന്നു വണങ്ങുന്നേ. ആദരവോടെ വന്നു വണങ്ങുന്നേ. ഇങ്ങനെ സ്തുതി ചെയ്യുന്ന നേരം ശ്രീ പാർവതിയും തുണയരുളിടേണം. പാർവതിയും തുണയരുളിടേണം. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകിയ ആതിരോത്സവത്തിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാഴ്ചക്കാരായ സഹൃദയരായ കാണികളോടും ഞങ്ങൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, കൃതജ്ഞത അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. ആദരമണ്ഡപത്തിൽ ഇതുവരെ തിരുവാതിരയിൽ അവതരിപ്പിച്ച പ്രൊഫസർ ഓമറട്ടി ചെറുക്കൻ സംഘവും ശ്രീ വടക്കുന്നാഥ ക്ഷേത്രോപദേശ സമിതിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ക്ഷേത്രോപദേശ സമിതിയുടെ